قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون. സൂറത്തുൽ ബഖറയിലെ 71-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതിക്കേൾപ്പിച്ചത്. ഈ ആയത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. ഒന്നാമതായി ഇന്നഹു, ഇന്നഹ, ഈ രണ്ട് പദങ്ങളിലും ഗുന്നയുണ്ട്. അഥവാ ഷദ്ദുള്ള നൂന് ഉണ്ടായതുകൊണ്ട് തന്നെ രണ്ട് ഖദ്ർ മണിക്കേണ്ടതാണ്. ലാ ദലൂലുൻ തുസീറുൽ അർദ്, തൻവീന് ശേഷം താ വന്നു. താ അൽ ഇഖ്ഫാഉൽ ഹഖീഖിയുടെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. തൻവീനിന്റെ ശബ്ദം അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ലാ ദലൂലുൻ തുസീറുൽ അർദ് ഖാലുൽ ആന ജിഅത ബിൽ ഹഖ്. ഇവിടെ അൽ ആന എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ ഹംസിനെ വ്യക്തമാക്കി ഉച്ചരിക്കേണ്ടതാണ്. ഖാലുൽ ആന ജിഅത ബിൽ ഹഖ്, അവിടെ ഖൽഖലയാണ് നിയമം. കസ്റുള്ള ഖാഫിൽ നാം നിർത്തുമ്പോൾ സുക്കൂൻ കൊണ്ടാണ് നിർത്തേണ്ടത്. സുക്കൂൻ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ ഖൽഖല ചെയ്യേണ്ടതാണ്. അല്പം ബലം കൂട്ടി ഖൽഖല ചെയ്യേണ്ടതാണ്. കാരണം ഖാഫിന്റെ മേലെ ഷദ് ഉണ്ടായതുകൊണ്ട്. ഖാലുൽ ആന ജിഅത ബിൽ ഹഖ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 71-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. قال إنه يقول إنها بقرة لا ذلول تثير الأرض ولا تسقي الحرث مسلمة لا شية فيها قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു യഖൂലു, അവൻ പറയുന്നു, ഇന്നഹാ ബഖറത്ത്, അത് ഒരു പശുവാകുന്നു, ലാ ദലൂലുൻ, പരിചയിപ്പിക്കപ്പെട്ടതല്ല അല്ലെങ്കിൽ ഉപയോഗിച്ചത് അല്ല, തുസീറു, ഉഴുതുന്ന, അൽ അർള, ഭൂമിയെ, വലാ തസ്ഖി, നനക്കുകയുമില്ല, അൽ ഹർസ, വിളയെ അല്ലെങ്കിൽ കൃഷിയെ, മുസല്ലമത്തുൻ, സുരക്ഷിതമായത്, ലാശിയത്ത, യാതൊരു കലർപ്പുമില്ലാത്ത, ഫിഹ, അതിൽ. ഖാലു, അവർ പറഞ്ഞു, അൽ ആന, ഇപ്പോൾ, ജിഅ്ത, താങ്കൾ വന്നു, ബിൽ ഹഖി, യാഥാർത്ഥ്യവും കൊണ്ട്, ഫദബഹൂഹ, അങ്ങനെ അവർ അതിനെ അറുത്തു, വമാ കാദു, അവർ ആകുമായിരുന്നില്ല, യഫ്അലൂൻ, അവർ ചെയ്യും. അപ്പോൾ സഹോദരങ്ങൾ, ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ സൂറത്തുൽ ബഖറയുടെ 71-ാമത്തിന്റെ ഈ ആയത്തിന്റെ അർത്ഥം, അദ്ദേഹം പറഞ്ഞു, അവൻ പറയുന്നു, അത് ഭൂമി ഉഴുതുവാനോ വിള നനയ്ക്കുവാനോ ഉപയോഗപ്പെടുത്തുന്നതല്ലാത്ത കലർപ്പു വർണ്ണമില്ലാത്ത ന്യൂനതകളിൽ നിന്ന് സുരക്ഷിതമായ പശുവായിരിക്കണം. അവർ പറഞ്ഞു,
ഇപ്പോൾ താങ്കൾ യഥാർത്ഥ വിവരവും കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ അവർ അതിനറുത്തു, അവർ അത് ചെയ്യുമായിരുന്നില്ല. സഹോദരങ്ങളെ, ഇവിടെ ബനു ഇസ്രായേല്യരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പശുവിനെ അറുക്കുവാൻ പറഞ്ഞ സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ ആ കൽപ്പനയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതിന് വേണ്ടി കഴിയുന്നത്ര പരിശ്രമിച്ച ബനു ഇസ്രായേല്യർ, അവർ പല തവണയായി മൂസാ നബി അലൈഹിസ്സലാമിയോട് ആ അറവ് നടത്തേണ്ട പശുവിന്റെ വിശേഷണങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിയോട് അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. കഴിഞ്ഞ ആയത്തിലൂടെ വളരെ വ്യക്തമായിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാമിയുടെ ജനത, അവർക്ക് മൂസാ നബി അലൈഹിസ്സലാം വ്യക്തമാക്കി കൊടുത്ത ആ പശുക്കളെ പരസ്പരം സാദൃശ്യമുള്ളതായി തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഒന്നുകൂടി താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, എന്നിട്ട് ആ പശുവിനെ വ്യക്തമാക്കി തരണമെന്ന് മൂസാ നബി അലൈഹിസ്സലാമിയോട് അവർ ആവശ്യപ്പെട്ട ആ കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ കൃത്യമായി ചർച്ച ചെയ്തു. അതിനുശേഷം സംഭവിച്ച കാര്യമാണ് ഇവിടെ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നത്. ഖാല ഇന്നഹു യഖൂലു, അദ്ദേഹം, അതായത് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അവൻ, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നഹാ ബഖറത്തുൻ ലാ ദലൂലുൻ തുസീറുൽ അർള്, അതൊരു പശുവായിരിക്കണം. എന്താണ് ആ പശുവിന്റെ പ്രത്യേകത? ആ പശു ഭൂമി ഉഴുതുവാൻ ഉപയോഗപ്പെടുത്തുന്നതല്ലാത്ത പശുവായിരിക്കണം. വലാ തസ്ഖിൽ ഹർസ്, വിള നനയ്ക്കുവാൻ ഉപയോഗപ്പെടുത്തുന്നതല്ലാത്ത പശുവായിരിക്കണം. മുസല്ലമത്തുൻ ലാ ശിയത ഫീഹാ, കലർപ്പ് വർണ്ണമില്ലാത്ത, ന്യൂനതകളിൽ നിന്ന് സുരക്ഷിതമായ പശുവായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ആ പശുവിന്റെ വിശേഷണമായി അവർക്ക് മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തപ്പോൾ ഖാലു, അവർ പറയുകയാണ്, അൽ ആന ജിഅത ബിൽ ഹഖ്, ഇപ്പോഴാണ് താങ്കൾ യഥാർത്ഥ വിവരവും കൊണ്ടുവന്നിരിക്കുന്നത്. ഫദബഹൂഹാ, അങ്ങനെ അവർ, ആ ബനു ഇസ്രായേല്യർ അതിനെ അറുത്തു. വമാ കാദു യഫ്അലൂൻ, അവർ അത് ചെയ്യുമായിരുന്നില്ല, അവർ ആ പശുവിനെ അറക്കുമായിരുന്നില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. സഹോദരങ്ങളെ, ഇത്രയും കാര്യങ്ങളാണ് പൊതുവിൽ ഈ ആയത്തിന്റെ അർത്ഥം മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഇനി ഈ ആയത്തിന്റെ വിശദാംശങ്ങൾ, അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ ചർച്ച ചെയ്തത് മുമ്പിൽ വെച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായി പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.